കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ദേവതാലോകമാണ്. ദുഷ്ടദേവത അവിടെ നിന്ന് പോയതിനു ശേഷം റാണി ദേവത എല്ലാ ദേവതമാരോടും ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും, എന്തെന്നാൽ ദുഷ്ടദേവതയ്ക്ക് ബാൽവീരിനെ ഭൂമിയിലോ ദേവതാലോകത്തോ വെച്ച് ആക്രമിക്കാൻ സാധിക്കില്ലെന്നും, എന്നാൽ ദുഷ്ടലോകത്ത് വെച്ച് ദുഷ്ടദേവതയ്ക്ക് ബാൽവീരിനെ ആക്രമിക്കാൻ സാധിക്കുമെന്നും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മനുവിന്റെയും മഞ്ജുവിന്റെയും വീടാണ്. അവിടെ ബാലു മനുവിനോടും മഞ്ജുവിനോടും തനിക്ക് അഡ്മിഷന് വേണ്ടിയുള്ള ടെസ്റ്റിന് തയ്യാറെടുക്കാൻ സഹായിക്കാമോ എന്ന് ചോദിക്കുന്നു. പ്രിൻസിപ്പൽ അവരോട് രണ്ടുപേരോടുമായിരുന്നു ബാലുവിനെ സഹായിക്കാൻ പറഞ്ഞിരുന്നത്. എന്നാൽ അവർ രണ്ടുപേരും അവനെ സഹായിക്കാൻ തയ്യാറാകുന്നില്ല. അതിന് സഹായിക്കാനായി ബാലു അത്ഭുത ദേവതയെ അങ്ങോട്ടേക്ക് വിളിച്ചു. ആദ്യം അവർ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് അവനെ സഹായിക്കാൻ തയ്യാറായില്ലെങ്കിലും പിന്നീടത് ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ മനുവും മഞ്ജുവും ബാലു ഒന്നും തന്നെ പഠിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചു. എന്നാൽ അവർ ചോദിച്ച പഠന സംബന്ധമായ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ തന്നെ നൽകി. ഇത് കണ്ടതോടെ മനുവിനും മഞ്ജുവിനും അത്ഭുതമായി തോന്നി. ബാലു അതുപോലെ തന്നെ പ്രിൻസിപ്പാളും ടീച്ചറും ചോദിച്ച ചോദ്യങ്ങൾക്ക് ശരിയായി തന്നെ ഉത്തരങ്ങൾ നൽകി. തുടർന്ന് അവന് മനുവിന്റെയും മഞ്ജുവിന്റെയും കൂടെ പഠിക്കാനുള്ള അഡ്മിഷൻ ലഭിച്ചു. അവിടെ വെച്ച് ബാലു ബാൽവീരായി മാറി ദുഷ്ടദേവതയുടെ നിയന്ത്രണത്തിൽ വെച്ചിരുന്ന ഒരു കുട്ടിയെ മോചിപ്പിച്ചു. ഈ കാര്യം ദുഷ്ടദേവത അറിയുന്നു. തുടർന്ന് അവർ കുട്ടുമാനോട് ബാൽവീർ ഇപ്പോൾ ഭൂമിയിൽ ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നു. കുട്ടുമാൻ അവർക്ക് ബാൽവീർ ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് പറയുന്നു.